ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ്. അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു ക്യാരറ്റ് പുഡിങ്ങുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് വീഡിയോയിലൂടെ കണ്ടു നോക്കുക. വൈകാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് മെഷർമെൻറ്റ് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ബോട്ടിലോട് കൂടി അമർത്തിയത്. അപ്പോൾ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കാഷ്യൂനട്ട് വറുത്ത് കോരി എടുക്കണം. അതേ പാനിൽ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. 1/4 കിലോ ക്യാരറ്റിന് 2 കപ്പ് പാല്, 100 ഗ്രാം മിൽക്ക് മെയ്ഡ്, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് വരുന്നത് കേട്ടോ. 2-3 മിനിറ്റ് നേരം ഇട്ട് ഇളക്കിയതിന് ശേഷം 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് പാല് എന്ന് പറയുമ്പം 250 ml കപ്പിൽ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ആ ഒരു പാലിൽ കിടന്ന് ഇങ്ങനെ കുറുകി വന്നതിന് ശേഷം നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടി ടേസ്റ്റ് മിൽക്ക് മെയ്ഡാണ്. പഞ്ചസാരയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഏലക്കാപ്പൊടി ഇടുക. ഏലക്കാപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കി എടുക്കുക. കുറുക്കി എടുത്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, ആ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നട്ട്സ് അതിനകത്തോട്ട് ചേർക്കുക. എന്നിട്ട് ചൂടാറിയ ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. സെർവ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ഐസ്ക്രീം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ചൂടോടുകൂടി ഐസ്ക്രീം ഇല്ലാതെയും കഴിക്കാം. എനിക്കിഷ്ടം ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് കട്ടിയായിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പരുവം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, വാങ്ങി വയ്ക്കുക. ഇതിൻ്റെ മേലെ ഐസ്ക്രീം ഇട്ടിട്ട് സെർവ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഡെസേർട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണേ. താങ്ക് യു.